+1 ഇംപ്രൂവ്മെൻ്റ് റിസൾട്ടിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം, അതുപോലെ റീവാല്യൂഷൻ്റെ വിശദ വിവരങ്ങൾ തുടങ്ങിയവയാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഈ ലിങ്കിൽ കൂടെ ഇവിടെ കൊടുത്തിട്ടുള്ള കേരള റിസൾട്ട്സ് NIC.in, അതുപോലെ DHC കേരള gov.in, റിസൾട്ട്സ് കൈറ്റ് കേരള gov.in തുടങ്ങിയ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. റിസൾട്ട് അറിയാൻ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം DHC +1 ഇംപ്രൂവ്മെൻ്റ് റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ രജിസ്റ്റർ നമ്പർ തുടങ്ങിയവ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ റീവാല്യൂഷന് കൊടുക്കാവുന്നതാണ്. ഒരു വിഷയത്തിന് 500 രൂപയാണ് റീവാല്യൂഷൻ്റെ ഫീസ്. റിസൾട്ട് വന്നതിന് ശേഷം, അതായത് റീവാല്യൂഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം 10% മാർക്ക് അധികം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. റീവാല്യൂഷൻ്റെ റിസൾട്ടും എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് വരും. ഇനി റിസൾട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ. റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന പുതിയ സൈറ്റിൻ്റെ അപ്ഡേഷൻ കാരണമാണ് റിസൾട്ട് താമസിക്കുന്നത്. പുതിയ റിസൾട്ട് സൈറ്റിൻ്റെ അപ്ഡേഷൻ ഇന്നലെ വരെ പൂർത്തിയായിട്ടില്ല. പുതിയ റിസൾട്ട് സൈറ്റിൻ്റെ അപ്ഡേഷൻ പൂർത്തിയായ ഉടൻ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കും. ചിലപ്പോൾ നാളെ തന്നെ റിസൾട്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ തിങ്കളാഴ്ചയെങ്കിലും റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയുന്നത്. മുൻ വർഷങ്ങളിലെ ഇംപ്രൂവ്മെൻ്റ് റിസൾട്ടിനെ അപേക്ഷിച്ച് ഈ വർഷം +2 റിസൾട്ടിന് തൊട്ടു മുമ്പായാണ് ഇംപ്രൂവ്മെൻ്റ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെയൊരു പ്രഖ്യാപനം ഇതാദ്യമായിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ റിസൾട്ട് ഇങ്ങനെ താമസിക്കാൻ ഇടവന്നത്. ഇതിനു മുമ്പേ ഇതിൻ്റെ വാല്യുവേഷനും കാര്യങ്ങളും ഒക്കെ പൂർത്തിയായതാണ്. റിസൾട്ട് പ്രഖ്യാപനം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രഖ്യാപനം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.